മാലയും പുടവയും പൂജിക്കാനായി വെച്ചോളൂ. അപ്പച്ചി ഒക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് എന്റെ ജീവിതം ഒടുക്കാനാ തോന്നുന്നേ. അയ്യോ, മോള് കാര്യമായിട്ടാണോ പറയുന്നേ? അതെ, കാര്യമായിട്ടാ പറയുന്നേ. ശ്യാമയ്ക്ക് നേട്ടം വരുന്നത് കണ്ടിട്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മോള് മരിക്കാൻ ഉറപ്പിച്ചെങ്കിലേ തൂങ്ങി മരണോ ആ ബെസ്റ്റ്. അപ്പച്ചി കാര്യമായിട്ട് പറഞ്ഞതാ. തൂങ്ങി മരണോ ആവുമ്പോഴേ വീട്ടുകാർക്കൊരു പണി കൊടുക്കാൻ പറ്റും. ബോഡി താഴെ ഇറക്കാനൊക്കെ കൊറേ കഷ്ടപ്പെടും. കൺട്രോൾ വിട്ട് നിൽക്കാൻ ഞാൻ. ആ സമയത്ത് കോമഡി പറയാൻ വന്നാലുണ്ടല്ലോ. കോമഡി അല്ല മോളെ, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. നിങ്ങളെന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പോയേ. മോളെ, മോളുടെ വിഷമം അപ്പച്ചിക്ക് അറിയാം. സമാധാനിക്ക്. എന്റെ വിഷമേ ആർക്കും അറിയില്ല. അതാ കണ്ടില്ലേ, അമ്മായിയമ്മയും മരുമോളും കൂടി പൂജാമുറി ഒരിക്കലോടൊരിക്കല്. മോളെ, അത് താലത്തിൽ വെച്ചിട്ട് മോള് പ്രാർത്ഥിച്ചിട്ട് വന്നോ. ഇന്നലെ വരെ എന്റെ കൂടെ നിന്ന സ്ത്രീയാ ഇപ്പം ശ്യാമ കൂടെ ഇല്ലാതെ ജീവിക്കാൻ വയ്യെന്നായി. അപ്പച്ചി, തിരുമുൽപ്പാട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താന്നറിയാമോ? മോള് പറ. കല്യാണത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും നശിക്കാനോ നഷ്ടപ്പെടാനോ പാടില്ലാന്ന്. അങ്ങനെ സംഭവിച്ച ആ കല്യാണം നടത്താൻ പാടില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ മോളെ. അങ്ങനെയാണെങ്കിൽ ഈ ഐറ്റങ്ങള്, അതായത് അവരവിടെ വീണ്ടും വീണ്ടും ഒരുക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും നശിച്ചാലോ? കല്യാണം മുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് നശിപ്പിച്ചാലോ? എന്താ മോളെ? ആ കല്യാണ വസ്ത്രവും താലിയും അങ്ങ് നശിപ്പിച്ചാലോന്ന്. നശിപ്പിക്കാം, അതില്ലാതാക്കാം മോളെ. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ നമുക്കതങ്ങ് നശിപ്പിക്കാം. അതോടെ കല്യാണം മുടങ്ങും. ഞാൻ തീരുമാനിച്ചപ്പച്ചി, അത് ഞാൻ നശിപ്പിക്കും. ശ്യാമേ, മോളെ, ദിവസവും പൂജ ചെയ്യുന്നതും വിളക്ക് കൊളുത്തുന്നതും ഓർമ്മിച്ചോണം. ഒന്നിനും ഒരു മുടക്കവും വരുത്തരുത് കേട്ടോ. ഇല്ലമ്മേ, ഒരു മുടക്കം വരില്ല. ഒരമ്മയും മോളും. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. തൽക്കാലം അപ്പച്ചി വരണ്ട. ശരി മോളെ. പാവ ഐശ്വര്യ മോള്. ആദ്യ കയറി വല്ല അറ്റാക്കും വരുമോ ആവും. ശ്യാമേ, എന്താ എടുത്തേ? എല്ലാം അങ്ങ് സെറ്റായി അല്ലേ? എന്താ? അല്ല, ആഭരണവും വസ്ത്രമൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ പൂജയും വെച്ചു. പിന്നെ അമ്മയായിട്ട് കട്ട കമ്പനി. അങ്ങനെ കാര്യങ്ങൾ മൊത്തം അങ്ങ് സെറ്റായല്ലേ എന്ന് ചോദിച്ചതാ. എടുത്തെന്തോ കുത്തി പറയാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പറയാം. എനിക്കിപ്പോ ചില സന്തോഷമൊക്കെ ഉണ്ട്. അത് മറച്ചു വെക്കുന്നില്ല. എന്നെ അങ്ങ് തോൽപ്പിച്ച് കളയാന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതിന് ഐശ്വര്യടുത്ത് എപ്പോഴാ ജയിച്ചിട്ടുള്ളത്?
എടുത്തി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മുറിയിൽ എൻ്റെ ദൈവത്തിനൊപ്പം എൻ്റെ അഖിൽ സാറിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാം, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഐശ്വര്യടുത്ത് എന്നെ ഇല്ലാതാക്കാൻ നോക്കി, എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കി. സഹിച്ച് അങ്ങ് അറ്റായപ്പോഴാണ് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ തുടങ്ങിയത് തന്നെ. കമ്പനിയിൽ ഒരു സ്ഥാനത്ത് ഞാൻ എത്തിയത് അതെന്റെ കഴിവുകൊണ്ടാ. ദേ, അമ്മ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ പൂജിക്കുന്ന എന്റെ ദേവന്റെ ശക്തി കൊണ്ടായിരിക്കും. എനിക്കൊരപേക്ഷയുണ്ട്, എന്റെ സന്തോഷം ഇല്ലാതാക്കരുത്. ഞാൻ ഐശ്വര്യടുത്തേക്ക് ഒരിക്കലും ഒരു ഭീഷണിയാവില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്കണം. നീ എനിക്കൊരു ഭീഷണി തന്നെയാ. അതുകൊണ്ട് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ജീവിതത്തിൽ ഞാൻ രണ്ടാമതായി പോയത് നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം. എന്റെ ഭർത്താവെന്ന് പറയുന്ന ആ വിഡ്ഢി പോലും എനിക്ക് തരുന്നതിലും വലിയ സ്ഥാനം നിനക്ക് തന്നിരിക്കുക. അതൊക്കെ കണ്ട് ഞാൻ സഹിച്ചിരിക്കുമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല ഏട്ടത്തി. താലി കെട്ടിയ ഭർത്താവ് വിട്ടിയെന്ന് മറ്റൊരാളോട് പറയുന്നു. അപ്പൊ തന്നെ അറിയാലോ ഏട്ടത്തി എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന എന്റെ വിവാഹ ചടങ്ങ് അത് നശിപ്പിക്കാൻ നോക്കരുത്. തുറന്നു പറയാൻ ഞാൻ സ്വപ്നം കാണുന്ന ദിവസം അത്. ജീവിതത്തിൽ കൈവന്ന മറ്റു സന്തോഷങ്ങളൊക്കെ പോയാലും ഈ 15-ാം തീയതി നടക്കുന്ന താലികെട്ട് അത് നടന്നേ പറ്റൂ. എടുത്തി എന്റെ അപേക്ഷ, ദയവേദി സന്തോഷം ഇല്ലാതാക്കരുത്. എന്റെ സന്തോഷം ഇല്ലാതാക്കിയപ്പോ ഓർക്കണമായിരുന്നു ഇതൊക്കെ. എന്നുവെച്ചാ എടുത്തി എന്റെ വിവാഹ ചടങ്ങ് ഇല്ലാതാക്കും എന്നാണോ? എടുത്തിയുടെ മനസ്സിൽ അതാണ് ഉദ്ദേശമെന്ന് എനിക്കറിയാം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എടുത്തി. നോക്ക്, മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും നിന്റെ കല്യാണം മുടങ്ങുന്നത്. അതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇപ്പോഴേ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല എടുത്തി. എടുത്തിയോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാ, ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത്. ഇതില്ലാതാക്കാൻ നോക്കിയാ ഞാൻ സഹിക്കില്ല. മോളെ, അവൾ എന്തു പറഞ്ഞു? 15-ാം തീയതിയിലെ ചടങ്ങ് മുടങ്ങിയ അവള് സഹിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ചടങ്ങ് നടന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ ചടങ്ങ് മുടങ്ങണം. ആ ചടങ്ങ് മുടങ്ങണമെങ്കിൽ ഒരാള് നമ്മോടൊപ്പം വേണം. ആരാ മോളെ? അമൃത. എന്താ വസു? ആനന്ദേട്ടാ, അമൃതയും ഐശ്വര്യയും കമ്പനിയുടെ ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളിലേക്ക് നിയമിച്ച നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഐശ്വര്യക്ക് എന്തൊക്കെയോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഓർണമെന്റ്സും ഡ്രസ്സും എടുക്കാനൊന്നും കൂടെ വന്നില്ല. കൊള്ളാം. നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്ന ആളാ ഐശ്വര്യ. ആ ആളിനെ ഇനി കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവരാനോ? ഞാനൊരു കാര്യം പറഞ്ഞാ തനിക്ക് വിഷമം തോന്നരുത്. എന്താ ആനന്ദേട്ടാ?
നമുക്ക് പറ്റിയ ഒരു അബദ്ധമായിപ്പോയി അരുണിനെ ഐശ്വര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ ആനന്ദേട്ടാ. ഐശ്വര്യ നമ്മുടെ മോളല്ലേ? അല്ല, അവളെ നമ്മുടെ മോളെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മരുമക്കളെ ഒരു കാരണവശാലും വെവ്വേറെ കാണാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഒരു പക്ഷപാതം ആരോടും കാണിച്ചിട്ടുമില്ല. എല്ലാവരും തുല്യരാണ്. പക്ഷേ ഇവിടെ ഇപ്പോ ഐശ്വര്യക്കെതിരെ ചില തോന്നലുകൾ വരിക. ഇന്നലെ ശ്യാമയാക്കിയും തമ്മിലുള്ള വിവാഹകാര്യം പറഞ്ഞപ്പോ എന്തൊക്കെയാ അവള് തർക്കിച്ചത്? പോട്ടെ ആനന്ദേട്ടാ, അതൊക്കെ ശരിയായിക്കോളും. വാ മോളെ. എന്താ മോളെ? അമ്മേ, ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എന്താ? ശ്യാമയുടെ കല്യാണം മുടക്കാൻ ഐശ്വര്യ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കുമെന്ന് എനിക്കൊരു തോന്നൽ. നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം അമ്മേ. മോളെ, ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. ഞാനും വസുവും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്യാമയ്ക്കൊരു നേട്ടം വരുന്നത് ഐശ്വര്യക്ക് സഹിക്കാൻ പറ്റില്ല. ശ്യാമ പാവാ. ഐശ്വര്യയുടെ ചതിയൊന്നും മനസ്സിലാവില്ല. നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം അമ്മേ. ഞാൻ എന്തായാലും ഐശ്വര്യയോട് സംസാരിക്കാം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. നാളെ മുതൽ പൂജയൊക്കെ തുടങ്ങുകയല്ലേ. പിന്നെ ശ്യാമയഖിയും ചെങ്കൽ ക്ഷേത്രത്തിലും പോകുന്നു. അത് കഴിഞ്ഞ് വന്നാൽ ഉടനെ കല്യാണം. അതിനിടയ്ക്ക് ഐശ്വര്യ വഴക്കൊന്നും ഉണ്ടാക്കില്ല. ശ്യാമയാക്കിയും വലിയ സന്തോഷത്തിലാ. ആ സന്തോഷം ഇല്ലാതാക്കിയാൽ ക്ഷമിക്കാൻ പറ്റില്ല. അത് ഐശ്വര്യ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. സുന്ദരരാത്രികൾ, ഏകാന്ത സുന്ദരരാത്രികൾ, വികാരതരളിത ഗാത്രികൾ. സാറ് ഭയങ്കര പാട്ടാണല്ലോ. 7 ദിവസം കൂടി കഴിഞ്ഞാ നമ്മുടെ ജീവിതത്തിൽ സംഗീതം തുടങ്ങല്ലേ. ആരായാലും പാടിപ്പോവും. വിവാഹം കഴിഞ്ഞു വരുന്ന രാത്രികളെക്കാൾ രസമുള്ളത് എന്താണെന്നറിയാവോ? എന്താ? വിവാഹ പൂർവ്വ രാത്രികൾ. എന്താന്ന്? വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് വിവാഹം വരെയുള്ള രാത്രികൾ, വിവാഹ പൂർവ്വ രാത്രികൾ. പാട്ടിൽ പറയുന്ന പോലെ നമുക്കും ഇനി 7 സുന്ദര രാത്രികളാ. ജീവിതത്തിലെ എല്ലാ സന്തോഷം കൂടി ഒരുമിച്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കമ്പനിയിൽ വലിയ പദവിയിലെത്തുന്നു, കൃഷ്ണതുളസി എന്നുള്ള പേരിൽ പാടി ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മുടെ അമ്മയുടെ മനസ്സ് മാറുന്നു. ഞാനിപ്പോ നല്ല വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞതിലേ ഒരു തെറ്റുണ്ട്. എന്താ സർ? താൻ വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പക്ഷേ വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്നത് ഞാനാ. ഓഹോ, ആ, ഞാൻ ഉദ്ദേശിച്ച വെളിച്ചേതാന്ന് മനസ്സിലായോ? അത് മനസ്സിലായി. എന്താ അത്? മനസ്സിലായി സർ, മനസ്സിലായി. സാറ് സാഹിത്യത്തിൽ പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വെളിച്ചൊന്ന് ഉദ്ദേശിച്ചത് എന്നെയല്ലേ? അയ്യടാ, അപ്പൊ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആ ലൈറ്റ് കണ്ടോ? ആ ലൈറ്റിനെയാ ഞാൻ വിളിച്ചൊന്ന് ഉദ്ദേശിച്ചത്. ഇയാൾ ആള് കൊള്ളാലോ. ഒരു സംഭവമാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ച് നടക്കാണല്ലേ.
താൻ വെളിച്ചാണെന്നാണോ വിചാരിക്കുന്നത്? എന്റെ പൊന്നോ, ഇത്രയും വലിയ കോമഡി ഇനി സ്വപ്നങ്ങളിൽ മാത്രം. എന്നാലും ഇത് അല്പം കടുത്തുപോയി കേട്ടോ. ഇങ്ങനെയൊന്നും ധരിച്ചു കളയരുത്. വെളിച്ചമാണെന്ന് പോലും. ശ്യാമേ, ശ്യാമേ, ഇടോ ശ്യാമേ, ശ്യാമേ, ഞാൻ തമാശ പറഞ്ഞല്ലേ, കരയാതെ. ദേ, നല്ല തല്ല് കിട്ടും. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വെച്ചാ കണ്ണുടയ്ക്ക്, കണ്ണ് തുടയ്ക്കാൻ. നിക്ക്, ഞാൻ തുടച്ചുതരാം. സോറി സർ, ഞാനൊരു പൊട്ടത്തരം പറഞ്ഞതാ. സാർ ക്ഷമിക്കണം. താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. താൻ എന്ത് പൊട്ടത്തരം പറഞ്ഞു? താൻ പറഞ്ഞ സത്യ. താൻ ഒരു വെളിച്ചം തന്നെയാ. സാർ ഇനി അത് പറഞ്ഞ് കളിയാക്കല്ലേ. അത് പോട്ടെ, അത് വിടാം. പോട്ടേന്നോ വിടാന്നോ? ആ, ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ശ്യാമക്കുട്ടി, ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാനാ കളിയാക്കിയത്. ലൈറ്റിനെ കുറിച്ചാ പറഞ്ഞെന്ന് വെറുതെ പറഞ്ഞതാ. ഒരു തമാശ. ഞാൻ തമാശ പറഞ്ഞെന്ന് തനിക്ക് മനസ്സിലായില്ല? എന്റെ യഥാർത്ഥ വെളിച്ചം താനാടോ. തന്റെ ഉണ്ണികൃഷ്ണനാണ് സത്യം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യ. അതൊന്നുകൂടി ഞാൻ പറയാം. താനില്ലാത്ത ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സത്യാടോ. ഇനി ഒന്ന് ചിരിച്ചേ. ഏയ് പോരാ, നല്ലോണം ചിരിക്കാൻ. തനിക്ക് മനസ്സിലായില്ലേ തന്നെ വട്ടാക്കാൻ പറഞ്ഞാന്ന്? അതല്ല, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി അങ്ങ് ആകാശം മുട്ടി നിൽക്കായിരുന്നു. പെട്ടെന്ന് സാർ ലൈറ്റിനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോ തന്റെ ഈ പൊട്ടത്തരം കൂടി ചേരുമ്പോഴാ എനിക്ക് കൂടുതൽ ഇഷ്ടാവുന്നേ. ഓ, ഇനി 7 ദിവസങ്ങൾ കൂടി പെട്ടെന്ന് കടന്നു കിട്ടിയിരുന്നെങ്കിൽ. ആലോചിച്ചാൽ നല്ല രസമുണ്ട്. 2 വട്ടം കല്യാണം കഴിഞ്ഞവർ, ഒരേ മുറിയിൽ ഒന്നിച്ച് കഴിഞ്ഞവർ. അവർക്കിതാ 3ാമത്തെ കല്യാണം. അവർക്കിതാ 3ാം കല്യാണം എന്നല്ല, അവർക്കിതാ യഥാർത്ഥ കല്യാണം. അങ്ങനെ വേണം പറയാൻ. ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. എന്താ സർ? നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാ ഇനി മുന്നിൽ. എന്താ സർ? എന്നുവെച്ചാ ഈ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. ഐശ്വര്യടുത്തി, ജഗന്നാഥൻ, ആ ടീമിലേക്ക് ഇപ്പോ പുതിയൊരാൾ കൂടി എത്തിയിരിക്കുക. SI ജയേഷ്. തന്നെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല, ചെറിയൊരു മുൻകരുതൽ വേണം. SI ജയേഷ് ആരാ സർ? ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. കോളേജിൽ ഒരുമിച്ചായിരുന്നു. അവനൊരു ക്രിമിനലാ. പണ്ട് മുതലേ ശത്രുതയായിരുന്നു. അവൻ ഈ സ്റ്റേഷനിലെ ചാർജ് എടുത്തിട്ടുണ്ട്. താൻ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെങ്കൽ അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നതോടെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറും. അതെ, എത്രയും പെട്ടെന്ന് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരണം. തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലേ സർ? ഞാൻ പറഞ്ഞത് അബദ്ധമായല്ലോ. എടോ, വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാ. താൻ ടെൻഷനാവല്ലേ? കല്യാണം മുടക്കാൻ ഐശ്വര്യടുത്ത് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തുമായിരിക്കും. അതുറപ്പാ.
എന്താ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം.